Hello, this is Smita and this is Deepthi and you guys are watching Edition Camera. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓരോ കോഴ്സുകളെ കുറിച്ച് അല്ലെങ്കിൽ ഓരോ ഫീൽഡുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം അത് ഒരു വലിയൊരു ടോപ്പിക്കാണ് അത്. അപ്പോൾ നമുക്ക് ഒരു വീഡിയോയിൽ ചെയ്യാൻ പറ്റില്ല, 2 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇത് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെന്താന്ന് ദീപ്തി പറയും. ഞങ്ങൾ ഈ ഓരോ കോഴ്സും പഠിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഒരു ഇൻ്റർവ്യൂ സെക്ഷൻ പോലെയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നമ്മൾ മറ്റേ കോളേജിൻ്റെ വീഡിയോ ചെയ്ത പോലെ തന്നെ. അത് തന്നെ, ഏകദേശം അതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 പാർട്ടായിട്ടാണ് ഇറക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 7 കോഴ്സുകളെ കുറിച്ച് 7 പേരുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഏത് കോഴ്സുകളാണ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെ നിങ്ങളുടെ സമയം പോവില്ല, നിങ്ങളുടെ കോഴ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് ടൈം വെച്ചിട്ട് നോക്കിയാൽ മതി. ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? പേരും, എന്താ പഠിച്ചേ, എവിടെ, ഏത് കോളേജിലാ പോയെ? ജസ്റ്റ്. ഓക്കെ, എന്റെ പേര് ജിതിൻ. ഞാൻ പഠിച്ചത് മോഹ കോളേജിൽ, ഹാമിൽട്ടൺ ഉള്ള മോഹ കോളേജിലാണ് പഠിച്ചത്. അവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്തു. അതിന്റെ അഡ്വാൻസ് ഡിപ്ലോമ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. അത് 3 years കോഴ്സ് ഉണ്ട്, പിന്നെ പ്ലസ് 1 year കോ ഓപ്പ്. അപ്പൊ എല്ലാം കൂടെ കൂടി 4 years എടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതൊരു ടെക്നോളജിസ്റ്റ് എന്ന ലെവലിലോട്ട് വരും. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നോളജി അഡ്വാൻസ് ഡിപ്ലോമ. ഇലക്ട്രിക്കൽ സിസ്റ്റംസിന്റെ ഡിസൈനിങ്, അങ്ങനെയുള്ള കൺട്രോളിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. നാട്ടിൽ എന്താ പഠിച്ചത്? നാട്ടിൽ പ്ലസ് 2. സ്മിതേനെ പോലെ തന്നെ. എനിക്കറിയത്തില്ല ദീപ്തി എന്താ പഠിച്ചെന്ന് അറിയില്ല. പ്ലസ് 2. അപ്പൊ നമ്മളെല്ലാം പ്ലസ് 2 ഗൈസ്. കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാവോ? ഇപ്പൊ നാട്ടില് പുതിയതായിട്ട് വരുന്നവർക്ക് അറിയാൻ ആഗ്രഹമുള്ള എന്തെങ്കിലും, അതായത് നാട്ടിലെ ഇപ്പൊ ഇലക്ട്രിക്കലായിട്ട് സിമിലർ ആണോ, അങ്ങനെയുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ്? നാട്ടിലുള്ള ഇലക്ട്രിക്കലുമായിട്ട് ഒട്ടും സിമിലർ അല്ല. കുറെ കൂടെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള, കുറച്ചൊക്കെ സിമിലാരിറ്റി ഉണ്ട്, പക്ഷെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ പ്ലസ് 2 കഴിഞ്ഞ് വന്ന ഫസ്റ്റ് ഇയർ തൊട്ട് പഠിച്ചു. പക്ഷെ ഇവിടെ ബിടെക് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഈ പ്രോഗ്രാം എടുത്തവരുണ്ടായിരുന്നു. അവർക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 1 year ഓഫേ കിട്ടുന്നുള്ളൂ. സെക്കൻഡ് ഇയർ തൊട്ട് എന്റെ കൂടെ തന്നെ പഠിക്കും. അപ്പൊ ഞാൻ ചെന്നപ്പോ തൊട്ട് ഫസ്റ്റ് ഇയർ ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, മൊത്തം കനേഡിയൻസും ഞാൻ മാത്രമായിരുന്നു. സെക്കൻഡ് ഇയർ തൊട്ട് ഞാൻ കയറിയപ്പം നാട്ടിൽ ബിടെക് കഴിഞ്ഞവരും ഉണ്ട്. അപ്പം യൂഷ്വലി എന്നെക്കാളും പ്രായം കൂടിയ എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഞാനും പഠിക്കുന്നു. ചിലപ്പോൾ അവരുടെ ജൂനിയർ ആയിട്ട് കയറും, ഞാൻ 3rd ഇയറിലായിരുന്നു. അങ്ങനത്തെ ഇതിലായിരുന്നു. പക്ഷെ അവരെല്ലാരും പറഞ്ഞത് നാട്ടിൽ പഠിപ്പിക്കുന്ന ആ ഒരു ബിടെക്കിന്റെ ലെവൽ അല്ല ഇത്. ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ചില സാധനങ്ങളുണ്ട്. PLC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ ഉള്ള ഓരോ മെഷീനിന്റെയും കൺട്രോളിങ് യൂണിറ്റ് ആണ്. അത് എങ്ങനെ പ്രോഗ്രാം ചെയ്യണമെന്ന് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നാട്ടിൽ അതിനൊരു ടോപ്പിക്കേ ഇല്ല എന്റെ അറിവില്. എന്റെ കൂടെ പഠിക്കാൻ വന്നവരുടെ, ബിടെക് ചെയ്ത് കഴിഞ്ഞ് വന്നവരുടെ അറിവിൽ അത് പഠിപ്പിക്കുന്നില്ല. പക്ഷെ ഒരു ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ ആപ്ലിക്കേഷൻ അത് വൈറ്റലാണ്. അപ്പം അങ്ങനെയുള്ള ചില ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ, ചിലപ്പോൾ റോബോട്ടിക്സ് അല്ലെങ്കിൽ മെക്കട്രോണിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ നാട്ടിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഇപ്പോഴും അത് വന്നിട്ടില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം നാട്ടിലെന്ന് പറഞ്ഞാൽ ഈ ഹാർഡ് കോർ മാത്തമാറ്റിക്സ്, ട്രിഗ്നോമെട്രി, ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ, നമ്മളൊക്കെ പ്ലസ് 2 പ്രാന്ത് പിടിച്ച സാധനങ്ങളാണ്. ഇവിടെ അതൊക്കെ അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് സെക്കൻഡ് ഇയറിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പ്ലസ് 2 പഠിച്ച ആ ഓരോ കാര്യങ്ങളൊക്കെ. അപ്പം ആ ഒരു കാര്യങ്ങൾ എത്ര ലെവലിൽ എത്തുന്നില്ലെങ്കിലും കുറെ പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ്, ആ രീതിയിലുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി എടുത്തോളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു നാട്ടിലെ ഒരു ബിടെക്കിനേക്കാളും പഠിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഡിഫറെന്റ് ആണ്. പ്രാക്ടിക്കൽ നോളജ് ഉള്ള, പ്രോഗ്രാമിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്ക് പറ്റിയതാണ്. ഇവിടുത്തെ പിന്നെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഹാസ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് ഇലക്ട്രിസിറ്റി ഫോർ ദ മോസ്റ്റ് പാർട്ട് ഹിയർ. മിക്കതും കമ്പ്യൂട്ടറിൽ ഇരുന്ന് ഇലക്ട്രിക്കൽ സിസ്റ്റംസ് ഡിസൈൻ ചെയ്യുക, അതിന്റെ പ്രോഗ്രാമിംഗ് ചെയ്യുക എന്ന പരിപാടിയാണ്. ഇലക്ട്രിക്കലായിട്ട് നമ്മൾ ഡയറക്ട്ലി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇലക്ട്രീഷ്യൻസിന് കൊടുക്കാൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയണത് ശരിയാവണമെന്നില്ല, പക്ഷെ ജിതിൻ ചേട്ടന്റെ പെർസ്പെക്ടീവില് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ സ്കോപ്പ് എങ്ങനെയാ കോഴ്സിന്റെ കാനഡയിൽ? ഈവൻ ദോ ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ആ ഫീൽഡിൽ പെർസ്യൂ ചെയ്തില്ല. അതിന് എന്റെ റീസൺസ് ഉണ്ട്. ഞാൻ എനിക്ക് ഗ്യാസ് സ്റ്റേഷനിൽ മാനേജറായിട്ട് ജോലി കിട്ടി. PR വേണ്ടിയിട്ട് ഞാൻ ആ ഒരു സ്ട്രീമിൽ പോയി. പക്ഷെ എന്റെ കൂടെ പഠിച്ചവരൊക്കെ, ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് തോമസ്, പുള്ളി ഒരു HVAC കമ്പനി, ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് കമ്പനിയാണ്. അത് വലിയ വലിയ ബിൽഡിങ്ങുകൾ, ഇപ്പം കോണസ്റ്റോഗ കോളേജ് പോലെ ഇവിടെ ലണ്ടനിലെ ഫാൻഷോ കോളേജിന്റെ HVAC സിസ്റ്റംസ് ആ കമ്പനിയാണ് ചെയ്തത്. അപ്പം അതിന്റെ എങ്ങനെയാന്ന് വെച്ചാൽ അതിന്റെ ഓരോ കൺട്രോൾ യൂണിറ്റ്സ്, അതിന്റെ
ബ്ലോവർ, മോട്ടർ, AC, ഹീറ്റർ, ഈ വക കാര്യങ്ങളുടെ എല്ലാത്തിന്റെയും ഇലക്ട്രിക്കൽ സിസ്റ്റംസ് ഡിസൈൻ ചെയ്യുന്ന, എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ പേര് കൺവേർജൻ ടെക്നോളജീസ് ആണ്. അപ്പം അവിടെ ഇപ്പൊ നല്ലൊരു പൊസിഷനിൽ കയറി. ആദ്യം ഒരു ടെക്നീഷ്യനായിട്ട് കയറി, ഇപ്പൊ ഡിസൈൻ ടെക്നോളജിസ്റ്റ് ആയാണ്. അപ്പം വളരെ നല്ല സ്കോപ്പാണ്. ഇപ്പൊ അതൊരു എക്സാമ്പിൾ മാത്രമാണ്. എന്റെ വേറൊരു ഫ്രണ്ട് ടൊറന്റോയില് ഹൈഡ്രോ വൺ ഇലക്ട്രിക്കൽ കമ്പനിയാണ്, അതായത് ഇവിടുത്തെ യൂട്ടിലിറ്റി ഹൈഡ്രോ കമ്പനിയാണ്. അപ്പൊ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നാട്ടിലെ KCB വർക്ക് ചെയ്യുന്നു, അതാണ് ആ ഒരു ഫീൽഡിലോട്ട് കയറി. പിന്നെ എന്റെ ഒരു ഫ്രണ്ട് PLC ഡിസൈനിങ് ആയിട്ട് ടൊയോട്ടയുടെ ഗുഡ് സ്റ്റോക്കിലുള്ള പ്ലാന്റിൽ അതിന്റെ കൺട്രോൾ, കാറുകളുടെ റോബോട്ട്സിനെ കൺട്രോൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുന്നു, അതിന്റെ ട്രബിൾ ഷൂട്ടിങ് ചെയ്ത് അങ്ങനെ കയറുന്നു. അപ്പൊ ഇഷ്ടംപോലെ പോസിബിലിറ്റീസ് ഉണ്ട്. ഇവിടെ ട്രേഡ്സ് ആണല്ലോ, ദാറ്റ്സ് ദ വേ ടു ഗോ. ഇപ്പൊ പോയാലും ജോലി ഉണ്ടാകും എന്നതൊരു ട്രേഡ്സ് ആണ്. അപ്പം ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഇപ്പൊ +2 കഴിഞ്ഞിട്ട് ഏത് കോഴ്സ് എടുക്കണം എന്നൊക്കെ അറിയാത്തവരുണ്ടാവും, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കഴിഞ്ഞിട്ട് ഏത് കോഴ്സ് എടുക്കണം എന്ന് അറിയാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും സജഷൻ ഉണ്ടോ? അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ സജഷൻ, ഇത് നല്ലൊരു ഓപ്ഷൻ ആണ്. പക്ഷേ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ, ഞാൻ എടുത്തത് 3 ഇയേഴ്സിന്റെ 3 years + 1 year co-op, ടോട്ടൽ 4 years. പക്ഷെ 3 years ആണ് അറിയപ്പെടുന്നത്. 3 ഇയേഴ്സിന്റെ ടെക്നോളജിസ്റ്റ് പ്രോഗ്രാം ആണ് എടുത്തത്. പക്ഷെ കുറച്ചുകൂടി നല്ലത് ടെക്നീഷ്യൻ പ്രോഗ്രാം ആണ്. അതാണ് 2 years. 2 years + 1 year co-op, ഇപ്പൊ ടോട്ടൽ 3 years. പക്ഷെ 2 year പ്രോഗ്രാം ആണ്. കാരണം 1 year co-op പെയ്ഡ് co-op ആണ്. യു ആർ ലൈക്ക് വർക്കിംഗ് ഫുൾ ടൈം വിത്ത് പേ. ഒരു ആവറേജ് $20 per hour വെച്ച് ഏൺ ചെയ്യാൻ പറ്റും ആ 1 year പീരീഡിൽ. ഇറ്റ്സ് ലൈക്ക് ഫീസ് ഒന്നും കൊടുക്കണ്ട. അപ്പൊ 1 year കൗണ്ട് ചെയ്യേണ്ട പോലും കാര്യമില്ല. 2 years പ്രോഗ്രാം. അതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രോഗ്രാം ഞാനിപ്പോ ചെയ്ത ടെക്നോളജിസ്റ്റിന്റെ പ്രോഗ്രാം ചെയ്താലും ടെക്നീഷ്യന്റെ പ്രോഗ്രാം ചെയ്താലും PR-ന് രണ്ടിനും സെയിം പോയിന്റ് ആണ്. അപ്പൊ നമ്മൾ ആ ഒരു എക്സ്ട്രാ ഇയർ ഫീസ് കൊടുത്ത് പഠിച്ചതിന്റെ യാതൊരു ഗുണവും കിട്ടത്തില്ല. പിന്നെ ടെക്നീഷ്യൻസിനാണ് കുറച്ചും കൂടി സ്കോപ്പ് കൂടുതൽ ടെക്നോളജിസ്റ്റിനേക്കാളും. കാരണം ഡയറക്ട്ലി അവര് ഫാക്ടറിയിലുള്ള കുറച്ചും കൂടി ഷിഫ്റ്റുകളുണ്ട്. അവർക്കെന്ന് പറഞ്ഞാല് ഡയറക്റ്റ് ട്രബിൾ ഷൂട്ടിങ്, അതായത് അവരിപ്പം കാര്യങ്ങള് ഡയറക്ട്ലി പുട്ടിങ്ങിന്റെ പ്രാക്ടീസ് ചെയ്യുന്നത് അവരാണ്. ഞങ്ങൾ ജസ്റ്റ് കമ്പ്യൂട്ടറിനെ ഉപയോഗിച്ച് കാര്യങ്ങൾ ഡിസൈൻ ചെയ്ത് ഞങ്ങളുടെ പണി കഴിഞ്ഞു. പക്ഷെ അവർക്ക് സ്റ്റിൽ പണികളുണ്ട്, ഇത് ട്രബിൾ ഷൂട്ട് ചെയ്യുക, കാര്യങ്ങൾ നോക്കുക എന്നുള്ളത്. പിന്നെ PR-ന്റെ പോയിന്റ്സ്, ഇപ്പൊ ഞാൻ PR-നൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയമായപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് രണ്ടും സെയിം പോയിന്റ്സേ ഉള്ളെന്നുള്ളത്. അപ്പൊ എനിക്ക് തന്നെ തോന്നി ടെക്നീഷ്യൻ എടുക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. പെട്ടെന്ന് തീർക്കുകയും ചെയ്യാം. ഡിഫിക്കൽട്ട് അല്ല, കുറച്ചുകൂടി ഈസിയാണത്. ടെക്നീഷ്യൻ പ്രോഗ്രാം കുറെ കൂടെ ഹാൻഡ്സ് ഓൺ വർക്കാണ് വരുന്നത്. അപ്പൊ കുറച്ചുകൂടി ഈസിയാണ്. അത് ഞാൻ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യും. അതെനിക്ക് തോന്നുന്നു നല്ലൊരു പോയിന്റ് ആണ്. കുറെ ആൾക്കാർക്ക് അത് അറിയില്ലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അവ ചേച്ചി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ചേച്ചിയുടെ കോഴ്സും കാര്യങ്ങളും, ഏത് കോളേജിലാണ് പഠിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോ ഹായ്, എന്റെ പേര് ജനനി. ഞാൻ നാട്ടില് കൊച്ചിയിലാണ്. നാട്ടിൽ ഞാൻ ചെയ്തത് എഞ്ചിനീയറിംഗ് ആണ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. ഞാൻ 2016 കാനഡയ്ക്ക് വന്നത്. IT ബിസിനസ് അനാലിസിസ് എന്ന് പറഞ്ഞ കോഴ്സ് ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നത്. ഇപ്പം 3 years കഴിഞ്ഞു. വർക്ക് പെർമിറ്റ് ആയിരുന്നു. ഇപ്പൊ PR ഇൻവിറ്റേഷൻ കിട്ടി. ഞാനിപ്പോ പ്രൊജക്ട് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ അതാണ് പറയാനുള്ളത്. ITB അല്ലേ പഠിച്ചേ? അപ്പൊ ആ കോഴ്സില് എന്താണ് ശരിക്കും പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ അതിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരും. ITB എന്ന് പറഞ്ഞാല് ഇൻഫർമേഷൻ ടെക്നോളജി ബിസിനസ് അനാലിസിസ്, അതാണ് കോഴ്സിന്റെ ഫുൾ നെയിം. ഈ കേൾക്കുന്ന പോലെ അത്ര എന്താ പറയുന്നത് ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ഒന്നും തന്നെ ഇല്ല. ആക്ച്വലി ഏത് എന്താ പറയാ ഏത് എഞ്ചിനീയറിംഗ് ചെയ്ത ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ITB എന്ന് പറയുന്നത്. ഇപ്പൊ നാട്ടിൽ നിന്ന് ഞാൻ കുറെ പിള്ളേരോട് ഏജൻസി പറയുന്ന കേട്ടിട്ടുണ്ട്. അതായത് 4 years കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് തന്നെ ചെയ്തവർക്ക് മാത്രമേ ഈ ITB എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനൊന്നും ഇല്ല ആക്ച്വലി. ശരിക്കും ഇപ്പൊ BCA ചെയ്താലും BBA ചെയ്താലും ഈവൻ ദോ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പോലും, മനസ്സിലായോ, ഈ ബിസിനസ് റിലേറ്റഡ് കോഴ്സ് ചെയ്താലും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ ITBA. ശരിക്കും ബിസിനസ് അനാലിസിസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല സ്കോപ്പ് ഉണ്ട് ആ കോഴ്സിനും. അത് കഴിഞ്ഞ് ജോലി കിട്ടാനും നല്ലൊരു സ്കോപ്പ് ഉണ്ട്. പിന്നെ ഈ കോഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്ക് 2 ടൈപ്പ് ഓഫ് കരിയർ ചൂസ് ചെയ്യാം. ഒന്നൊരു ബിസിനസ് അനലിസ്റ്റ് ആയിട്ട്, അതായത് ബിസിനസ് അനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അനലിസ്റ്റിന് തന്നെ വേറെ കുറെ കാറ്റഗറീസ് ഉണ്ട്. സോ ഏത് ഇൻഡസ്ട്രിയിലെയും അനലിസ്റ്റ് പൊസിഷൻസിന് ഈ കോഴ്സ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പ്രൊജക്ട് മാനേജ്മെന്റ്,
ആ സൈഡിലോട്ടുള്ള എന്തും കരിയറിനെയും ഈ കോഴ്സ് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ കോഴ്സ് എന്ന് പറഞ്ഞാല് ഹാർഡും അല്ല ഒട്ടും. നമ്മുടെ എന്നാ പറയുന്നത്, ഈ അനലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്ലയന്റിന്റെയും ഒരു കസ്റ്റമറിന്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പം റിക്വയർമെന്റ്സ് കളക്ട് ചെയ്യുക, ബേസിക്കലി കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അനാലിസിസ് സ്കിൽസ്, ഇതൊക്കെയാണ് നമ്മൾ ആ കോഴ്സിലൂടെ ഇമ്പ്രൂവ് ആവുന്നത്. പിന്നെ ഒരു ടെക്നിക്കൽ എന്ന് പറയുമ്പം കുറച്ച് SQL എന്ന് പറയുന്ന ഒരു കോഡിംഗ് സംഭവം ഉണ്ട്. ആ ഒരു ഇതല്ലാതെ വേറെ ഒന്നും തന്നെ കോഡിംഗ് റിലേറ്റഡോ കമ്പ്യൂട്ടർ റിലേറ്റഡോ അങ്ങനെ ഹാർഡായിട്ട് ഒരു കോഴ്സസും ഇതിലില്ല. മോസ്റ്റ്ലി ബിസിനസ് റിലേറ്റഡ്, പ്രോസസ്സ്, ഒരു കമ്പനി എങ്ങനെ റൺ ചെയ്യുമ്പം കമ്മ്യൂണിക്കേഷന്, കൊളാബറേഷൻ, അത് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് ഇതിൽ കൂടുതൽ പഠിക്കുന്നതും. സോ ശരിക്കും ഞാൻ നന്നായിട്ട് ഇപ്പം ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും മാനേജ്മെന്റ് സ്കിൽസും ഒക്കെ ഒരുപാട് ഉള്ള ആൾക്കാർക്ക് ശരിക്കും നല്ലൊരു കോഴ്സ് ആയിരിക്കും ഇത്. അവർ ശരിക്കും അവരുടെ കരിയർ ലൈൻ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു കോഴ്സ് എടുക്കുവാണെങ്കിൽ. നല്ലൊരു കോഴ്സും ആണ്, സ്കോപ്പും ഉണ്ട് എല്ലാ ഇൻഡസ്ട്രിയിലും. സ്കോപ്പിനെ കുറിച്ച് ഓൾറെഡി കവർ ചെയ്തു തോന്നുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ, ഇനി ഇത് എടുക്കാൻ പോകുന്ന പിള്ളേരുടെ അടുത്ത് എന്തെങ്കിലും സജഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടോ ഈ കോഴ്സ് എടുക്കാൻ പോകുന്ന കുട്ടികൾക്ക്? ഞാൻ സജസ്റ്റ് ചെയ്യാൻ മാത്രം ഒന്നുമില്ല. നല്ലതാണ്, ഒരിക്കലും എടുക്കണ്ടെന്ന് ഞാൻ പറയില്ല. പിന്നെ അത് എടുത്ത് കഴിഞ്ഞിട്ട് ജോബ് ഹണ്ട് എന്ന് പറയുന്നത് സ്കോപ്പ് ഒന്നും ഇല്ല ഈ കോഴ്സിന്. സോ എടുത്തു കഴിഞ്ഞ് ശരിക്കും നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് പഠിക്കാന്ന് മാത്രമല്ലോ, പഠിച്ച് ജോലി കിട്ടാന്നുള്ളൊരു ഇതും കൂടെ ഉണ്ടല്ലോ. സോ ഇത് എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടത് കുറെ പേര് ഇത് പഠിച്ചിട്ട് ഈ അനലിസ്റ്റ് പൊസിഷൻസ് മാത്രം ഫോക്കസ് ചെയ്ത് നിന്നു. സോ അങ്ങനെ ചെയ്യരുത്. പിന്നെ ഈ ഫുൾ ടൈം ജോബ് മാത്രം ഫോക്കസ് ചെയ്തിരുന്നു. ഞാൻ ആക്ച്വലി ഈ കോഴ്സ് ചെയ്തതിനു ശേഷം ഞാനും ആദ്യം ചിന്തിച്ചിരുന്ന അനലിസ്റ്റ് മാത്രം അങ്ങനെ ഫോക്കസ് ചെയ്ത് പോവാം എന്നാണ്. പക്ഷെ നമുക്ക് പ്രൊജക്ട് മാനേജ്മെന്റിന്റെ ഒരു ലൈൻ ഉണ്ടെന്ന് അറിഞ്ഞത് കൊണ്ട് ഞാൻ CAPM, അതായത് CAPM എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട് പ്രോജക്ട് മാനേജ്മെന്റിന്റെ, ആ സർട്ടിഫിക്കേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ എന്റെ റെസ്യൂമേൽ ഇത് ആഡ് ചെയ്തു. അപ്പം എന്നിട്ട് ഞാൻ പ്രോജക്ട് കോർഡിനേറ്റർ, പിന്നെ കമ്പനികൾക്ക് തന്നെ ഈ കോഴ്സ് റിലേറ്റഡ് അല്ലാതെ ഇന്റേൺ പൊസിഷൻസ് ഉണ്ട്, കോ-ഓപ്പ് പൊസിഷൻസ് ഉണ്ട്, വിച്ച് ഇസ് ലൈക്ക് 8 months കോൺട്രാക്ട്, 9 months കോൺട്രാക്ട്, അങ്ങനെയൊക്കെ. അപ്പം ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ, നാട്ടിൽ ജസ്റ്റ് പഠിച്ചു ഫ്രഷ് ആയിട്ട് ഇവിടെ വന്നു ഈ കോഴ്സ് എടുത്തു, അങ്ങനെയുള്ള ആൾക്കാര് എപ്പോഴും ഇന്റേൺ പൊസിഷൻസ് കൂടെ കൺസിഡർ ചെയ്യണം. പിന്നെ ഈ പ്രൊജക്ട് കോർഡിനേറ്റർ, പ്രൊജക്ട് മാനേജ്മെന്റ് കരിയർ ലൈനും കൂടെ ഫോക്കസ് ചെയ്യണം എന്ന് മാത്രം ഒരു സജഷൻ ഉള്ളൂ. ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ, പേരും കാര്യങ്ങളൊക്കെ? ഓക്കെ, എന്റെ പേര് അനു. ഞാൻ നാട്ടില് തൃശ്ശൂരാണ്. ഞാൻ നാട്ടില് ബിടെക് എഴുതാണ്. 2017 പാസ് ഔട്ട് ആണ് ഞാൻ. പിന്നെ 1 year നാട്ടിൽ നിന്ന് 2018 ഇങ്ങോട്ടേക്ക് പോന്നു. ഇവിടെ ഞാൻ PG ഡിപ്ലോമ ആയിരുന്നു ചെയ്തിരുന്നത് കൊളസ്റ്റോർ കോളേജില്, അപ്ലൈഡ് നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, കോഴ്സിന്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാമോ? ഓക്കെ, കോഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ 2 year പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ 2018 മെയിലാണ് ഞാൻ മെയിൻ ടേക്കിലാണ് വന്നത്. എനിക്ക് 16 month കണ്ടിന്യൂസ് ആയിരുന്നു, ഇടയിൽ സെം ബ്രേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. കോഴ്സിനെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്കിംഗ് ആണ്, IT ആണ്. ഞങ്ങൾക്ക് 4 സെമിസ്റ്ററിലായിട്ടായിരുന്നു കോഴ്സ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് സെമ്മില് ഞങ്ങൾക്ക് പ്രൊജക്ട് മാനേജ്മെന്റ്, ആ ഒരു ബേസിക് ലെവലിലുള്ള നെറ്റ്വർക്കിംഗ്, അതിനെ പറ്റിയായിരുന്നു ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കോർ നെറ്റ്വർക്കിങ്ങിലോട്ട് പോയി. പിന്നെ ശരിക്കും ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവൽ, PC മാനേജ്മെന്റ്, അങ്ങനെ ഡിഫറെന്റ് കാറ്റഗറിയിലായിരുന്നു ഞങ്ങൾക്ക് പിന്നെയുള്ള 3 സെമിസ്റ്ററിൽ ഞങ്ങൾ പഠിച്ചു വന്നത്. ഓക്കെ, ചേച്ചിയുടെ അഭിപ്രായത്തില് IT ഫീൽഡിന്റെ സ്കോപ്പ് എന്താണ് കാനഡയില്? IT ഫീൽഡിന്റെ സ്കോപ്പ് എന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ എന്താ പറയാ, ഞാനിപ്പോ നാട്ടില് 2017 പാസ് ഔട്ട് ആയിട്ട് 1 year ഞാൻ ഇവിടേക്ക് വരാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു. ഞാൻ IELTS എല്ലാം ചെയ്ത് ഇങ്ങോട്ടേക്ക് വരാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത് നമുക്കൊരു 1 year കൂടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഇവിടെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ജോലി കിട്ടുന്നുണ്ട്. പക്ഷെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു എന്താ പറയാ, ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് ആണ് നമ്മുടെ ഒരു പ്രൊഫൈലിൽ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങോട്ടേക്ക് ഇപ്പൊ ആരെങ്കിലും വരുന്നുണ്ട്, ലൈക്ക് ഈ ഒരു പ്രോഗ്രാം എടുക്കുന്നത് നല്ല സ്കോപ്പുള്ള ഒരു പ്രോഗ്രാമാണ്. ലൈക്ക് ഇപ്പൊ എന്താ പറയാ, IT എന്ന് പറയുന്ന ഫീൽഡ് തന്നെ
ഭയങ്കര എന്താ പറയാ ഭയങ്കരമായി ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. ഇപ്പൊ ഞാനിവിടെ ഒരു IT ടെക്നിക്കൽ സപ്പോർട്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് തന്നെ ഇപ്പൊ പറയാണെന്നുണ്ടെങ്കിൽ ഒരു പെർ ഇയർ ഇവിടുത്തെ ഒരു ആവറേജ് സാലറി വെച്ച് നോക്കുമ്പോൾ ഒരു 43,000 കിട്ടും പെർ ഇയർ ഒരു ആവറേജ് സാലറി. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ IT ഫീൽഡിനകത്ത് നല്ല പോലെ നമുക്ക് സാലറി എല്ലാം കിട്ടും. പക്ഷെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു സാലറി വൈസും പോസ്റ്റ് ആണെങ്കിലും നല്ലൊരു പോസ്റ്റ് കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോ എന്താ പറയാ നമ്മളിപ്പോ നാട്ടിലിപ്പോ ഒരു കോഴ്സെല്ലാം കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ് എല്ലാം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കുറച്ചും കൂടെ നല്ലൊരു ജോലി കിട്ടാനും നല്ലൊരു കോഴ്സിലോട്ട് പോകാനും. അപ്പൊ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുന്ന സ്റ്റുഡൻസിന് പറ്റിയൊരു സജഷൻ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നതായിരിക്കും നല്ലതെന്നാണോ? എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു പോസ്റ്റിലോട്ട് പോകാനും നല്ലൊരു സാലറി വൈസ് ആണെങ്കിൽ നോക്കുന്നതിനും എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എക്സ്പീരിയൻസ് ഇല്ലാണ്ട് നല്ല ജോലി കിട്ടുന്നവരുണ്ട്. പക്ഷെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നല്ല ജോലി കിട്ടാൻ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നല്ല ജോലി. പിന്നെ ഇതൊക്കെ ഒരു ലക്കാണ് നമുക്ക് ഇവിടെ അപ്പൊ ജസ്റ്റ് ഒന്ന് ചേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ കോഴ്സ് എവിടെയാ പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു? ഹായ്, എൻ്റെ പേര് അനൂപ്. ഞാൻ കോണസ്റ്റോഗ കോളേജിൽ ആർക്കിടെക്ചർ പ്രോജക്ട് ആൻഡ് ഫെസിലിറ്റി മാനേജ്മെന്റ് കോഴ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 4th ഇയർ സ്റ്റുഡന്റ് ആണ്. ചേട്ടന്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കുറച്ച് പറയാമോ? ഇതൊരു 4 ഇയർ അപ്ലൈഡ് ടെക്നോളജി ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ആണ്. അത് ഒരു ബിൽഡിങ്ങിന്റെ എൻറ്റയർ ലൈഫ് സൈക്കിൾ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. റൈറ്റ് ഫ്രം ഡിസൈൻ ടു ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദ ബിൽഡ് ഫെസിലിറ്റി. കോഴ്സിന്റെ സ്കോപ്പിനെ കുറിച്ചൊന്ന് പറയാമോ? പഠിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാണ്? അപ്പോ ഈ കോഴ്സ് ചെയ്തിട്ടുള്ള പല ആൾക്കാരും ഒന്നല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഓഫ് ആർക്കിടെക്ചർ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഓഫ് പ്ലാനിങ് ഓർ എസ്റ്റിമേഷൻ, കൺസ്ട്രക്ഷൻ സ്പെസിഫിക്കേഷൻ റൈറ്റിംഗ്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ലോ, അങ്ങനത്തെ ഫീൽഡുകളിലേക്കാണ്. പിന്നെ പ്രോജക്ട് മാനേജ്മെന്റ് ആൻഡ് ഫെസിലിറ്റി മാനേജ്മെന്റ്, അങ്ങനത്തെ ഫീൽഡിലേക്കാണ് പോണതായിട്ട് കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇനി ആർക്കിടെക്ചർ എടുക്കുന്ന സ്റ്റുഡൻസിന് കൊടുക്കാൻ എന്തെങ്കിലും സജഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടോ? ഓക്കെ, ആർക്കിടെക്ചർ അത് പ്യൂർലി ഡിസൈൻ ഫോക്കസ്ഡ് അങ്ങനെയാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ ഒരു ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ പ്രോഗ്രാം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ പ്രോഗ്രാം കുറേം കൂടി ബിൽഡിങ്സിനെ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ ബിൽഡിംഗ് പ്രോജക്ട്സിനെ മാനേജ് ചെയ്യണതിന്റെ അങ്ങനത്തെ ഒരു ഫോക്കസ് ആണുള്ളത്. അപ്പോൾ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫൈനാൻസ്, അങ്ങനത്തെ കുറെ ഡിഫറെന്റ് കോഴ്സുകളാണ് നമ്മൾ 4 വർഷത്തിൽ പഠിക്കുന്നത്. ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? പേരും എന്താ പഠിച്ചെന്നൊക്കെ. എന്റെ പേര് ടീന. ഞാന് നാട്ടില് ACCA പഠിക്കുമായിരുന്നു. ACCA ഫൈനലിസ്റ്റ് ആണ്. എനിക്ക് 2 പേപ്പർ ബാക്കിയുണ്ട്. ഞാനിവിടെ ബിസിനസ് അഡ്മിനിസ്ട്രേറ്റഡ് അക്കൗണ്ടിങ് ആണ് പഠിക്കുന്നത്. കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? എന്റേത് 2 ഇയർ കോഴ്സ് ആണ്. ഇത് ഫുൾ അക്കൗണ്ടിങ് ബേസ്ഡ് ആണ്. 6 സെമസ്റ്റേഴ്സ് ഉണ്ട്. യൂഷ്വലി 4 സെമസ്റ്റേഴ്സ് ആണ് 2 ഇയർ കോഴ്സിനുള്ളത്. എന്റെ ആക്സിലറേറ്റർ ആയതുകൊണ്ട് 6 സെമസ്റ്റേഴ്സ് ഉണ്ട്. എനിക്ക് സമ്മർ വെക്കേഷൻ ഇല്ല. ആ സമയത്ത് ഒരു സെമസ്റ്റർ കാണും. ഓക്കെ, ഈ കോഴ്സിന്റെ ഇപ്പൊ ചേച്ചി അക്കൗണ്ടിങ്ങിന്റെ കൂടെ ഫൈനാൻസിന്റെ കാര്യം കൂടി ചെറുതായിട്ട് പറയുന്നുണ്ടല്ലോ. രണ്ടിന്റെയും ഒന്ന് സ്കോപ്പ് ജസ്റ്റ് ഒന്ന് പറയാമോ ചേച്ചിന്റെ അറിവിലുള്ളത്? എന്റെ കോഴ്സ് അക്കൗണ്ടിങ് ബേസ്ഡ് ആണ്. പാസ്റ്റ് 3 ഇയേഴ്സിലെ ആവറേജ് എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു 98% ഗ്രാജുവേറ്റ്സും ജോലി ഒരു 6 മാസം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കോളേജിലല്ലേ? കൊണസ്റ്റോഗ കോളേജിലെ കോഴ്സില്. ഇത് ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഇത് 3 ഇയേഴ്സിൽ തീർക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് 2 സമ്മർ വെക്കേഷൻ കാണും അതിന്റെ അകത്ത്. ഓക്കെ, ഫിനാൻസിങ്ങിന്റെ സ്കോപ്പ് എങ്ങനെയാ? അപ്പോ ഫൈനാൻസിന്റെ നമ്മുടെ കോളേജിലെ കൊണസ്റ്റോഗ കോളേജിലെ കോഴ്സ് അത്ര നല്ലതാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അത് 2 ഇയർ കോഴ്സ് ആണ്. പക്ഷെ 78% ഉള്ളൂ അതിന്റെ അകത്ത് ജോലി കിട്ടിയവരുടെ ആവറേജ്.
പക്ഷെ ഇത് 12th കഴിഞ്ഞിട്ട് വരുന്നവർക്ക് ഇത് പഠിച്ചിട്ട് പിന്നെ ഹയർ സ്റ്റഡീസിന് പോവാണെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും തോന്നുന്നു. എന്റെ കോഴ്സും 12th കഴിഞ്ഞ് വരുന്നവർക്ക് നല്ലതാണ്. ഇപ്പൊ CPA സപ്പോസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, CPA ഇവിടുത്തെ CA ആണ്, അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്റെ കോഴ്സ് എടുത്തിട്ട് പിന്നെ അത് ബാച്ചിലേഴ്സിലേക്ക് മാറ്റാം. എന്റെ 3 year കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എനിക്ക് തോന്നുന്നു 70% ഉണ്ടെങ്കിൽ ഓവറോള് ബാച്ചിലേഴ്സിലേക്ക് കയറാം. ബാച്ചിലേഴ്സിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു 2 year ആണ്. 2 yearൽ 2 കോപ്പ് ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ CPAയിലേക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാം. അപ്പൊ ഈ അക്കൗണ്ടിങ് ഫിനാൻസിങ് സെക്ഷനിൽ കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക്, നാട്ടിൽ നിന്ന് വരുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? ഇപ്പൊ നാട്ടിൽ നിന്ന് 12th കഴിഞ്ഞ് വരുവാണെങ്കിൽ ഇത് രണ്ടും നല്ല കോഴ്സ് തന്നെയാണ്. അക്കൗണ്ടിങ് എടുക്കുവാണെങ്കിൽ ഈ 3 year കോഴ്സ്, അതായത് 6 semesters കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോളേജിൽ 6 semesters അല്ലാതെ ചെറിയ കോഴ്സിന് ഓപ്ഷൻ ഇല്ല അക്കൗണ്ടിങ്ങിന്. അപ്പം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ജോലി കിട്ടിയവരുടെ ആവറേജ് നല്ല അധികമാണ്. അപ്പം അതൊരു ഓപ്ഷൻ. പിന്നെ ഹയർ സ്റ്റഡീസിന് പോകാൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ PR കിട്ടിയിട്ടാണെങ്കിലും ഹയർ സ്റ്റഡീസിന് പോകാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇത് നല്ലൊരു കോഴ്സ് തന്നെയാണ്. പിന്നെ ബാച്ചിലേഴ്സ് തീർത്തിട്ട് CPA എടുക്കാം, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് എടുക്കാം. എനിക്ക് ഫൈനാൻസ് ആണെങ്കിൽ അത് എത്രമാത്രം നല്ലതാണെന്ന് എനിക്ക് അറിയില്ല പറയാൻ. ബിക്കോസ് പെർസെൻറ്റേജ് ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് 6 മാസത്തിനുള്ളിൽ ജോലി കിട്ടിയവരുടെ ആവറേജ് കുറവാണ്. പക്ഷെ നിങ്ങക്ക് ഹയർ സ്റ്റഡീസിന് പോകാനാണെങ്കിൽ ഇതിന്റെ ക്രെഡിറ്റ് എടുത്തിട്ട് ഹയർ സ്റ്റഡീസിന് പോകാനുള്ള ഓപ്ഷൻസ് കാണുന്നതാണ്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അത്ര പറയാൻ പറ്റില്ല. നമ്മുടെ കോളേജിൽ ഇത് വലിയ അത്ര നല്ല കോഴ്സല്ല. ഹലോ, അപ്പോൾ അടുത്ത കോഴ്സിനെ കുറിച്ച് ഞാനാണ് പറയുന്നത്. ഞാനിവിടെ നാട്ടിൽ +2 കഴിഞ്ഞിട്ട് 2016 സെപ്റ്റംബറിലാണ് കാനഡയ്ക്ക് വന്നത്. ഇവിടെ ഞാൻ പഠിക്കുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഓട്ടോമേറ്റഡ് മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സാണ്. അതൊരു 3 year അഡ്വാൻസ് ഡിപ്ലോമ കോഴ്സാണ്. ഞങ്ങൾക്ക് ഒരു 6 semesters പഠിക്കാനുണ്ടായിരുന്നു. 3 semesters കോപ്പ് ഉണ്ടായിരുന്നു. സെമസ്റ്റർ ബ്രേക്ക് ഉണ്ടായിരുന്നില്ല. കോപ്പ് പെയ്ഡ് ആയിരുന്നു, സെമസ്റ്റർ ബ്രേക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് വലിയ കാര്യമായിട്ടൊന്നും ഇതിൽ പറയുന്നില്ല. ആകെ പറയുന്നത് ഒരു 70% നമുക്ക് ഇതിന് മുന്നേ നമ്മുടെ നാട്ടിൽ എന്താണോ ചെയ്തത് അതിന് 70% മിനിമം സ്കോറാണ് പറയുന്നത്. പിന്നെ കോപ്പിന് അവർ സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ് പറയുന്നുണ്ട്. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങൾക്ക് കമ്പൽസറി കോപ്പായിരുന്നു. കോപ്പ് ഉണ്ടെങ്കിലേ ഞങ്ങൾ കോഴ്സ് പാസ്സാവുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഓപ്ഷണൽ കോപ്പാക്കി മാറ്റി. അപ്പോൾ ഓപ്ഷണൽ കോപ്പ് വരുമ്പോൾ അതിലവർ കോപ്പിന് എലിജിബിൾ ആവാനായിട്ട് സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ് പറയുന്നുണ്ട്. സെമസ്റ്റർ 1 65% മാർക്ക് വേണം. എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസും പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്. അത് അത്യാവശ്യം ടഫാണ്, തിയറി ബേസ്ഡ് കോഴ്സാണ്. ആ കോഴ്സിന് പാസ്സാവണം. പിന്നെ മാക്സിമം ഒരു സബ്ജക്റ്റിനെ ഫെയിൽ ആവാൻ പാടുള്ളൂ ഫസ്റ്റ് സെമസ്റ്ററിൽ. അതുണ്ടെങ്കിൽ നമ്മൾ കോപ്പിന് എലിജിബിൾ ആവും. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ, കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഉണ്ടായിരുന്നത് പ്രാക്ടിക്കൽ ബേസ്ഡ് ആണ്. തിയറി ആകെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നോളജി അഡ്വാൻസ് ഡിപ്ലോമ സെക്ഷനിൽ 3 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഡിസൈൻ അനാലിസിസ് ഉണ്ട്, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷനും ഉണ്ട്, ഓട്ടോമേറ്റഡ് മാനുഫാക്ചറിങ്ങും ഉണ്ട്. അതിൻ്റെ ഡിഫറൻസസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡിസൈൻ അനാലിസിസിലെ പേര് പോലെ തന്നെ കൂടുതൽ ഡിസൈൻ എലമെൻ്റ് ആയിരുന്നു. ഇപ്പോൾ സോൾഡ് വർക്ക്സ്, ഓട്ടോക്യാഡ്, അതുപോലെ അതിൻ്റെ ഹയർ ഇതുകളൊക്കെ ആയിരുന്നു. പിന്നെ റോബോട്ടിക്സ് സെക്ഷനിൽ പറയുവാണെങ്കിൽ അതിൽ PLC പ്രോഗ്രാമിംഗ്, വിഷ്വൽ ബേസിക്സ്, റോബോട്ടിക്സ് പ്രോഗ്രാമിംഗ്, അങ്ങനെ റോബോട്ടുകളായിട്ട് പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിരുന്നു അതിൽ കൂടുതൽ പഠിക്കാനുണ്ടായിരുന്നു. ഓട്ടോമേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ക്ലസ്റ്റർ ആയിട്ട് വരും. അത്യാവശ്യം സോൾഡ് വർക്ക്സ്, ഓട്ടോക്യാഡ് സംഭവങ്ങളും ഉണ്ടായിരുന്നു. റോബോട്ടിക്സിൻ്റെ PLC പ്രോഗ്രാമിങ്ങും എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയാണ്. പിന്നെ തിയറി ഞാൻ നേരത്തെ പറഞ്ഞു, തിയറി ഭയങ്കര കുറവാണ്. അതിൽ നമുക്ക് തിയറി ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്, അപ്ലൈഡ് മെക്കാനിക്സ്, മെക്കാനിക്സ് ഓഫ് മെറ്റീരിയൽസ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് തിയറി ആയിട്ട് നമുക്ക് കോഴ്സിന് പഠിക്കാനുണ്ടായിരുന്നത്. കോഴ്സ് പാസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ സ്കോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ കോഴ്സ് പഠിച്ച് എൻ്റെ അറിവിലുള്ള അത്യാവശ്യം എല്ലാവർക്കും തന്നെ ജോലി കിട്ടിയിട്ടുണ്ട്. ഒരു ഫസ്റ്റ് 6 monthsനുള്ളിൽ മിക്കവരും തന്നെ ജോലി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ മിക്കവരും ഇപ്പോൾ +2 കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ ഞാൻ എപ്പോഴും ഓപ്റ്റ് ചെയ്യാറ് ഒരു 3 or 4 year കോഴ്സ് എടുക്കുകയാണ് ഓപ്റ്റ് ചെയ്യാറ്. അപ്പോൾ +2 കഴിഞ്ഞിട്ട് 4 year എടുക്കുന്നവർ ഭയങ്കര കുറവാണ്. കൊണസ്റ്റോക്ക് കോളേജിൽ 4 year പഠിക്കുന്നവർ ഭയങ്കര കുറവാണ്. 3 year ഒത്തിരി പേര് പഠിക്കുന്നുണ്ട്. അതിപ്പോൾ ഈ 3 കോഴ്സസ് ആയാലും നല്ലതാണ്. പക്ഷെ റോബോട്ടിക്സ് ആകുമ്പോൾ ജോബ് കഴിഞ്ഞിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെങ്കിൽ റോബോട്ടിക്സ് ആണ് ബെസ്റ്റ്. പക്ഷെ പഠിക്കാൻ കുറച്ച്
ഈസിനെസ് നോക്കുവാണെങ്കിൽ ഓട്ടോമേറ്റഡ് മാനുഫാക്ചറിങ് സെക്ഷനാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇപ്പോൾ +2 കഴിഞ്ഞിട്ടല്ല വരുന്നത്, നാട്ടിൽ നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ അവർ യൂഷ്വലി എടുക്കാറുള്ളത് ഈ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 2 year കോഴ്സ് ഉണ്ട്, ഡിപ്ലോമ കോഴ്സ്. അത് ഒത്തിരി പേര് ഇവിടെ എടുക്കാറുണ്ട്. അത് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. അത് ഒത്തിരി പേര് എടുക്കാറുണ്ട്. പിന്നെ ടൂൾ ആൻഡ് ഡൈ, പിന്നെ CNC മെഷീനിങ്, അങ്ങനത്തെ കോഴ്സുകളാണ് കൂടുതലും ഇവിടെ ആൾക്കാർ എടുത്തു കണ്ടിട്ടുള്ളത്. അപ്പം അതൊക്കെയാണ് എൻ്റെ കോഴ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അടുത്ത് നമ്മുടെ കൂടെ ഉള്ളത് അഖില ചേച്ചിയാണ്. അഖില ചേച്ചിനെ ഇതിനു മുമ്പ് നിങ്ങള് വ്ളോഗ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കൂടെ ഇതിനു മുമ്പ് വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്. ദീപ്തിയുടെ ചേച്ചിയാണ്. അപ്പൊ ചേച്ചി ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ ആദ്യം തന്നെ, പേരും എവിടെയാ പഠിച്ചെന്നും കാര്യങ്ങളൊക്കെ. ഹായ്, എന്റെ പേര് അഖില പോൾ. ഞാനും ദീപ്തിയുടെ ചേച്ചിയാണ്. ഇവിടെ +2 കഴിഞ്ഞിട്ട് കെമിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നോളജി പ്രോഗ്രാം, ലാബ് ആൻഡ് പ്രോസസ് കൺട്രോൾ പ്രോഗ്രാം പഠിക്കാൻ വന്നു. ഇപ്പൊ എന്റെ 3.5 year പ്രോഗ്രാം ആയിരുന്നു. കോഴ്സൊക്കെ കഴിഞ്ഞ് ഇപ്പൊ വർക്ക് പെർമിറ്റിൽ ജോലി ചെയ്തോണ്ടിരിക്കുന്നു. എവിടെയാ ജോലി ചെയ്യുന്നത്? ഞാനിവിടെ ഒണ്ടാരിയോ മിസ്സാഗയില് ടെസ്മാർ ലാബോറട്ടറീസ് എന്ന ഒരു കമ്പനിയിൽ ലാബ് അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാവോ? കോഴ്സിന്റെ ഡീറ്റെയിൽസ്, ഞാനിവിടെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നോളജി ലാബ് ആൻഡ് പ്രോസസ് കൺട്രോൾ, അതാണ് എന്റെ കോഴ്സിന്റെ പേര്. ഞാൻ പഠിച്ചത് ഇവിടെ കേംബ്രിയൻ കോളേജ് സഡ്ബറി ഒണ്ടാരിയോയിലെ. അത് 3.5 year പ്രോഗ്രാം ആയിരുന്നു പറഞ്ഞ പോലെ. പിന്നെ അതിനകത്ത് ടോട്ടലി 7 semesters ഉണ്ട്. 5 semesters ഇൻ ക്ലാസും പിന്നെ 2 semesters കോപ്പാണ്. അത് കോപ്പ് നമ്മൾ തന്നെ, കോപ്പ് മാൻഡേറ്ററി ആണ്, നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ടത്. കോപ്പ് എന്ന് വെച്ചാൽ പ്ലേസ്മെന്റ് പോലെയാണ്, നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു ഇത്. പിന്നെ എന്റെ കോഴ്സിലുള്ള സബ്ജക്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ കെമിസ്ട്രി റിലേറ്റഡ്, ഇങ്ങനെ ജനറൽ അനാലിറ്റിക്കൽ കെമിസ്ട്രി, പിന്നെ ഫിസിക്സ് ഇത്തിരി ഉണ്ടായിരുന്നു, പിന്നെ ഓൾജിബ്ര, വർക്ക് ആൻഡ് സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ഇതൊക്കെയാണ് എന്റെ കോഴ്സിൽ പഠിക്കാനുള്ളത്. അപ്പൊ ചേച്ചിയുടെ അഭിപ്രായത്തില് കെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ സ്കോപ്പ് എന്താണ് കാനഡയിൽ? എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ കോഴ്സിന് അത്യാവശ്യം നല്ലൊരു സ്കോപ്പുള്ള കോഴ്സായിട്ടാണ്. ഇപ്പൊ എന്റെ ഒപ്പം പഠിച്ചവരൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോ മിക്കവർക്കും തന്നെ, ഞാൻ അറിയണ എല്ലാവർക്കും തന്നെ ജോലി ആയിട്ടുണ്ടെന്നു. ഇപ്പൊ എനിക്ക് ജോലി ചെയ്ത് ഞാൻ എവിടെ കോപ്പ് ചെയ്തോ ആ കോപ്പ് ചെയ്യാൻ കയറിയ കമ്പനി തന്നെയാണ് എനിക്ക് പെർമനന്റ് ജോലി കിട്ടിയേക്കണേ. അതുപോലെ തന്നെ എന്റെ ഒപ്പം പഠിച്ച ഒരു പകുതി, ഒരു 1/2% ആൾക്കാർക്കും പഠിച്ച ചെയ്ത സ്ഥലത്ത് തന്നെ ജോലി കിട്ടി. കോപ്പ് ചെയ്ത സ്ഥലത്ത് തന്നെ ജോലി കിട്ടിയിട്ടുണ്ട്. ബാക്കി ഒരു 1/2% വേറെ കമ്പനി അവിടെ തന്നെ കിട്ടിയിട്ടില്ലെങ്കിലും വേറെ സ്ഥലങ്ങളിലൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ അറിയണ 1-2 പേർക്ക് കോപ്പ് എന്തായാലും എല്ലാവരും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് അന്വേഷിച്ച് കഴിയുമ്പോൾ മിക്കവർക്കും തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒണ്ടാരിയോ പ്രൊവിൻസിൽ കൂടുതലും ഈ ലാബുകളിലൊക്കെ ആണ് നമുക്ക് ലാബിൽ ടെസ്റ്റിങ് അങ്ങനെയൊക്കെ ആയിട്ടാണ് നമുക്ക് ജോലി കിട്ടാൻ സാധ്യത. പിന്നെ കുറച്ച് ചില ഇത്തിരി മൈനിങ് റിലേറ്റഡ് കമ്പനി ഉണ്ട്. പിന്നെ ഓരോ പ്രൊവിൻസിനനുസരിച്ച് മാറി ഇപ്പൊ ഇങ്ങനെ ആൽബർട്ടയിലൊക്കെ കുറെ ഓയിൽ കമ്പനീസ് ഒക്കെ ഉണ്ടെന്നോ, അവിടെയൊക്കെ ആയാലും നമുക്കിങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ കോഴ്സ്, കെമിക്കൽ റിലേറ്റഡ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അവർക്ക് പറ്റിയ എന്തെങ്കിലും സജഷൻസ് കൊടുക്കാനുണ്ടോ? എന്തെങ്കിലും അഡ്വൈസോ സജഷനോ എന്തെങ്കിലും? കെമിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നോളജി എനിക്ക് പഠിച്ചത് വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്, അതായത് ഈ കെമിസ്ട്രി റിലേറ്റഡ് താല്പര്യമുള്ളവർക്ക് പറ്റിയ നല്ലൊരു കോഴ്സാണ്. ഇപ്പൊ കെമിസ്ട്രി, ഫിസിക്സ് അങ്ങനെ റിലേറ്റഡ് ആയിട്ട് എടുത്ത് കാനഡയിൽ വന്ന് ജോലി കിട്ടാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു കോഴ്സ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇത് എന്റെ ഒപ്പം ഈ നാട്ടിൽ നിന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞവരും എന്റെ ഒപ്പം വർക്ക് ചെയ്യണ്ടായിരുന്നു. അത് ഇപ്പൊ +2 കഴിഞ്ഞവർക്കും പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നാട്ടിൽ എന്തെങ്കിലും കഴിഞ്ഞിട്ട് ഇവിടെ വരാൻ കെമിസ്ട്രി റിലേറ്റഡ് എടുക്കാൻ താല്പര്യമുള്ളവർക്കും പറ്റിയൊരു കോഴ്സായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇന്ന് പറഞ്ഞ ഒരു 7 കോഴ്സുകളെ കുറിച്ച് അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇനിയൊരു 8 കോഴ്സുകളും കൂടി ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെക്കുകയാണെങ്കിൽ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിൽ കുട്ടികൾ പറയുന്ന സ്കോപ്പും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന പോലെ അവരുടെ മാത്രം ഒപ്പീനിയനാണ്. അത് നിങ്ങൾ ജനറലായിട്ട് എടുക്കരുതെന്ന് വെക്കുകയാണെങ്കിൽ ലൈക്ക് അത് മാത്രം ബേസ് ചെയ്തൊരു ഡിസിഷനിൽ വരരുത്. അതെ, അത് നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതെ.
ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഇത് ചെയ്യുന്നു എന്നുള്ളൂ. എന്നൊക്കെ ആണെങ്കിൽ ഒരാളുടെ സജഷൻ മാത്രം വെച്ചിട്ട് നമുക്ക് എന്തായാലും അത് ജഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അടുത്ത വീഡിയോ ഇതിൻ്റെ ബാക്കി ഭാഗം ഞങ്ങൾ അടുത്ത വീക്കെൻഡ് ഇറക്കണതായിരിക്കും. അപ്പോൾ ഇതിലില്ലാത്ത കോഴ്സുകൾ അതിലുണ്ടാവും.